എല്ലാവർക്കും നമ്മുടെ ഹോം സീരീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഹോം സീരീസ് എപ്പിസോഡിലെ 11ാമത്തെ വീടിൻ്റെ എപ്പിസോഡാണ് ഇന്ന് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ള ഡബിൾ സ്റ്റോറി വീടിൻ്റെ പ്ലാനും അതിൻ്റെ ഡീറ്റെയിൽസും ആണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീടിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത്. ഇതൊരു കണ്ടംപററി മോഡേൺ സ്റ്റൈലാണ്. അതുപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് കുറവാക്കി ചെയ്യാവുന്നൊരു മോഡൽ കൂടിയാണ്. ബഡ്ജറ്റ് കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡലുകളിൽ കൂടുതൽ എക്സ്പെൻസ് കൂടുതലാവാത്ത രൂപത്തിൽ ചെയ്യാവുന്നൊരു വീട് കൂടിയാണ്. ഡബിൾ സ്റ്റോറി വീടാണെങ്കിലും ഇതിന് 4 ബെഡ്റൂമും മറ്റു സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിനി നേരെ പ്ലാനിലോട്ട് കിടക്കാം. ഇതാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിൽ നമുക്ക് പോർച്ച്, സിറ്റ് ഔട്ട്, ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, മാസ്റ്റർ ബെഡ്റൂം, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, ഗസ്റ്റ് ബെഡ്റൂം, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, കിച്ചൺ, സ്റ്റോർ റൂം, വർക്ക് ഏരിയ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്ലാൻ ഒന്ന് നോക്കാം. ഫസ്റ്റ് ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിലോട്ട് വരുമ്പോൾ തന്നെ നമുക്കിവിടെ സിറ്റ് ഔട്ടിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു കോളം, ഡബിൾ സൈസിൽ കോളം കിടക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് നോർമൽ കോളം ചെയ്തിട്ട് അത് മോഡിഫൈ ചെയ്യാണ് ചെയ്യുക. അതുപോലെ തന്നെ 2 കോളം ഉള്ളത് രണ്ടും ഡിഫറെൻറ്റ് സൈസിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കിത് ഒരു എൽ ഷേപ്പ് സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. എൽ ഷേപ്പ് സിറ്റ് ഔട്ടിന് എപ്പോഴും നമുക്ക് സൗകര്യങ്ങൾ കൂടുതൽ കിട്ടും. മീൻസ് നമ്മളിതൊരു മെയിൻ ഡോർ ആയത് കാരണം ഇവിടെ ഒന്നും നമുക്ക് സിറ്റിങ് നടക്കില്ല. അതൊക്കെ ഒരു പാസേജായിട്ട് പോകും. പിന്നെ ഈ ഒരു ഏരിയ മാത്രമേ കിട്ടും. അപ്പോൾ നമുക്ക് എൽ ഷേപ്പ് കിട്ടുമ്പോൾ ഈ ഒരു സൈഡ് ഇത് കംപ്ലീറ്റ് നമുക്ക് സിറ്റിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അപ്പോൾ എൽ ഷേപ്പ് സിറ്റ് ഔട്ട് ആകുമ്പോൾ സൗകര്യം കൂടുതലാകും. പക്ഷേ വീടിന് ഭംഗി പല വീടുകൾക്കും എൽ ഷേപ്പ് ആകുമ്പോൾ കിട്ടാറില്ല. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ എലിവേഷൻ ചെയ്യാൻ ശ്രമിക്കുക. എൽ ഷേപ്പ് സിറ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഭംഗി കൂടെ പരിഗണിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ സിറ്റ് ഔട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ ലിവിങ് ഏരിയയിലോട്ട്. ലിവിങ് ഏരിയയിൽ കയറി കഴിഞ്ഞാൽ നോർമൽ നമ്മൾ ആവറേജ് ബെഡ്റൂം കൊടുക്കുന്ന ഒരു സൈസിലുള്ള ഒരു ലിവിങ് ഏരിയയാണ്. അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാവുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലിവിങ് ഏരിയയിൽ നമ്മളൊരു 3 വിൻഡോ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്, 3 വിൻഡോ ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ലിവിങ് ഏരിയ വരുന്നത്. ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ ഒരു ആർച്ച് കടന്നിട്ട് ഡൈനിങ് ഹാളിലെത്തും. ഡൈനിങ് ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ ഡൈനിങ് ഹാളിൽ ഓപ്പൺ ആയിട്ടാണ് നമ്മൾ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ നമ്മൾ ലിവിങ് ഏരിയയുടെ വാളിൽ നിന്നുമാണ് ഈ സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കയറി പോകും. അപ്പോൾ നമ്മൾ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു കോർണറിലോട്ടായിട്ട് നമുക്ക് വാഷ് ബേസിനും സെറ്റ് ചെയ്യാം. അത് ഹൈറ്റ് നോക്കിയിട്ട് സ്റ്റെയറിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ശേഷമേ നമുക്കവിടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഹൈറ്റിനനുസരിച്ച് നമുക്കവിടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൈനിങ് ഹാൾ. ഇതിൽ നമുക്കൊരു 6 പേര് ഇരുന്ന് കഴിക്കാവുന്ന അത്ര സൈസിലുള്ളൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ഡൈനിങ് ടേബിൾ കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു 3 കള്ളി വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മറ്റൊരു ആർച്ച് കൂടെ കടന്നൊരു പാസേജിലെത്തി. പാസേജിൽ നിന്നാണ് നമുക്ക് കിച്ചൺ, 2 ബെഡ്റൂം ഇതിലോട്ടൊക്കെ എൻട്രി ഉള്ളത്. ഇതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിവിങ് ഹാളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഡൈനിങ് ഏരിയയിലോട്ടുള്ള ഈ ഒരു എൻട്രി മാത്രമേ കാണൂ. മറ്റു ബെഡ്റൂമുകളിലോട്ടോ കിച്ചണിലോട്ടോ മറ്റു ഏരിയകളിലോട്ടുള്ള എൻട്രികളൊന്നും തന്നെ കാണാൻ സാധിക്കില്ല. അതൊക്കെ ഒരു പ്രൈവസി കീപ്പ് ചെയ്തിട്ടാണ് നമ്മളതൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരുപാട് എൻക്വയറി വന്നിട്ടുള്ളൊരു വീടാണ് ഈ ഒരു വീട്. അപ്പോൾ നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് കിടക്കാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഒരു പാസേജിൽ ഇറങ്ങി അതിന്നും ഇറങ്ങിയിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഈ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് 2 ബെഡ്റൂം കൂടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് പ്ലോട്ടിനനുസരിച്ച് കിച്ചൺ ഫ്രണ്ടിലോട്ട് വന്നതിനാൽ
ബെഡ്റൂം രണ്ടും ബാക്കിലോട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇതിൽ 3 കള്ളി വിൻഡോ 2 അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം ഗസ്റ്റ് ബെഡ്റൂമിനേക്കാളും സൈസ് കൂട്ടിയിട്ടുള്ളൊരു റൂമാണ് മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഗസ്റ്റ് ബെഡ്റൂമിലോട്ട് വരാം. ഇതാണ് ഗസ്റ്റ് ബെഡ്റൂം. നോർമലായിട്ടുള്ള സാധാരണ വീടുകൾക്ക് കൊടുക്കാവുന്ന അത്ര സൈസിലുള്ളൊരു ബെഡ്റൂമാണ് ഈ ഗസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇതിൽ നിന്നും നമ്മൾ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോറിൽ അറ്റാച്ച്ഡ് ആണ്. ഇനി നിങ്ങൾക്കിത് കോമൺ ടോയ്ലറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് സ്റ്റോർ റൂം ഇവിടുന്ന് മാറ്റിയിട്ട് ഇത് കുറച്ച് ലെങ്തി ആക്കി ഇവിടെ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ കോമൺ ഡോർ കൊടുക്കാം. അതല്ലെങ്കിൽ ഇത് നേരെ റീപ്ലേസ് ചെയ്ത് ഈ ഒരു ഏരിയയിലോട്ട് വെച്ചിട്ട് സ്റ്റോർ റൂം നേരെ ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഈ വെൻറ്റിലേഷൻ ഉണ്ടല്ലോ, ബാത്റൂമിൻ്റെ വെൻറ്റിലേഷൻ, ഈ ഒരു വെൻറ്റിലേഷൻ നമുക്കിവിടെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ആകുമ്പോൾ ഈ സ്റ്റോർ റൂം നമ്മൾ താത്തി വാർത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ അപ്പറിലായിട്ടൊരു ബോക്സ് അടിച്ച് അങ്ങനെ വേണം നമ്മൾ ഇതിൻ്റെ വെൻറ്റിലേഷൻ പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട്, ടോയ്ലറ്റിൻ്റെ വെൻറ്റിലേഷൻ പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട്. അത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആകും അപ്പോൾ സ്റ്റോർ റൂം. ഇപ്പോൾ തീരെ നിവൃത്തിയില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം, കോമൺ നിർബന്ധമാണ് എന്നുള്ള ആളുകൾക്ക്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ വീട് വെക്കാൻ ഇതേ പ്ലാനിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ നിങ്ങൾക്ക് യോജിക്കുന്ന രൂപത്തിൽ നമ്മളത് കറക്റ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളിതിൽ ഈ ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ ബെഡ്റൂമിലോട്ട് ഇറങ്ങി പുറത്തിറങ്ങി വന്ന് നേരെ പിന്നെ നമ്മൾ ഹാളിലോട്ടൊന്നും ടച്ച് ചെയ്യാതെ ഡയറക്റ്റ്, അതാണ് ഇതിൻ്റെ മറ്റൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നും ഉള്ള ഈ ലേഡീസിനൊക്കെ ഡയറക്റ്റ് കിച്ചണിലോട്ട് വരണമെങ്കിൽ ഡൈനിങ് ഹാളോ ലിവിങ് ഹാളോ ടച്ച് ചെയ്യാതെ ഡയറക്റ്റ് നമുക്ക് കിച്ചണിലോട്ട് വരാം. അപ്പോൾ അങ്ങനെ കിച്ചണിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു മോഡുലാർ കിച്ചണാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫയർ കിച്ചൺ ഉള്ളത് കൊണ്ട് ഇവിടെ മോഡുലാർ കിച്ചണാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മോഡുലാർ കിച്ചണിൽ നിന്ന് തന്നെയാണ് സ്റ്റോർ റൂമും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു നോർമൽ സൈസിലുള്ളൊരു സ്റ്റോർ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കുള്ള ഒരു കിച്ചൺ എന്ന് പറയുന്നത്, മോഡുലാർ കിച്ചൺ. ഇത് നിങ്ങൾക്ക് കുറച്ച് ഭാഗം വേണമെങ്കിൽ ഓപ്പൺ കിച്ചൺ ആക്കിയിട്ട് ചെയ്യാം, പക്ഷേ അത് ലിവിങ് ഏരിയയിൽ നിന്നും ചെറിയൊരു കാഴ്ച വരും ഫ്രണ്ടിലായത് കാരണം. അപ്പോൾ ഇതാണ് മോഡുലാർ കിച്ചൺ. അത്യാവശ്യം നല്ല സൈസുള്ളൊരു കിച്ചണാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് വർക്ക് ഏരിയ, ഫയർ കിച്ചൺ. ഇതാണ് നമുക്ക് വർക്ക് ഏരിയ വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലോട്ടാണ് നമുക്ക് ചിമ്മിനി വരുന്നത്. ഈ ഫ്രണ്ടിലോട്ട് ചിമ്മിനി വരുന്നത് കാരണം വീടിന് ഭംഗി കിട്ടുന്നില്ല എന്ന് പല ആളുകളും അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ വീടിന് നമുക്ക് ഫ്രണ്ടിലോട്ടാണ് ചിമ്മിനി വരുന്നത്. അത് നമ്മൾ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ ബുദ്ധിമുട്ടോ കാഴ്ചയിൽ ഭംഗിക്കേടോ ഒന്നും വരുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിനനുസരിച്ച് കിച്ചൺ ഫ്രണ്ടിലോട്ട് വരുന്നത് കാരണം നമ്മൾ ഇതിൻ്റെ ചിമ്മിനി കൂടി ഫ്രണ്ടിലോട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് വർക്ക് ഏരിയ വരുന്നത്. പിന്നെ ഇതിൻ്റെ കിച്ചണിൻ്റെ, അതായത് വർക്ക് ഏരിയയുടെ ഈ ചിമ്മിനിയുടെ ആ ഒരു ബോർ മാറ്റാനും ഈ വീടിൻ്റെ ഭംഗി കൂട്ടാനും വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഒരു പോർച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ പോർച്ചാണ് ഇത്. നമ്മൾ ഏരിയയിൽ കൂട്ടുന്നില്ല, സ്ക്വയർ ഫീറ്റിൽ കൂട്ടാത്ത പോർച്ചാണ്. കാര്യം ഇത് നമ്മൾ ജസ്റ്റ് സ്ക്വയർ പൈപ്പോ അതല്ലെങ്കിൽ മറ്റ് നമ്മൾ കോൺക്രീറ്റ് പില്ലറോ വെച്ചിട്ട് ആണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഏരിയയിൽ കൂട്ടുന്നില്ല, എക്സ്ട്രാ ഈ ഒരു വീടിന് ഭംഗി കൂട്ടാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ പോർച്ചിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, ഈ ഒരു വീടിൻ്റെ ഭംഗി. അതുപോലെ തന്നെ ഒരു ഓപ്പൺ ആയിട്ടൊരു പോർച്ച്. അപ്പോൾ ഈ ഒരു പോർച്ച് ഇവിടെ വരുന്നത് കാരണം കിച്ചണിൻ്റെ യാതൊരുവിധ ബുദ്ധിമുട്ടോ അതല്ലെങ്കിൽ കിച്ചണിൻ്റെ യാതൊരുവിധ ആ ഒരു ചിമ്മിനിയുടെ ഭംഗിക്കേടോ ഒന്നും ഈ വീടിന് ബാധിക്കുന്നില്ല. നിങ്ങൾക്ക് എലിവേഷനിൽ നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഷേപ്പ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു കട്ടിങ് ഷേപ്പായിട്ടുള്ളൊരു വീടാണ് ഇത് വരുന്നത്. ഇനി ഇത്രയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു പ്ലാനിൻ്റെ ഒരു ഏരിയ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ 1025 സ്ക്വയർ ഫീറ്റാണ്. 1025 സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. അപ്പോൾ ഇനി നേരെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ വരുന്നത്.
നമ്മൾ നേരെ സ്റ്റെയർ താഴെ കയറി വരുന്നത് സ്റ്റെയർ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ അപ്സ്റ്റെയറിലെത്തുകയാണ് ചെയ്യുന്നത് സ്റ്റെയർ. അപ്പോൾ നമ്മളിങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇത്രയും ഭാഗം നമുക്ക് ഓപ്പൺ ആയിട്ടാണ് ഹാളിൽ കിടക്കുന്നത്. മുകളിൽ നമ്മൾ കൂടുതൽ ഹാളൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല, ചെറിയൊരു ഹാളായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്റ്റെയർ കയറി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്കൊരു കർവി സോഫ അറേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഞാനത് കാണിച്ചില്ല എന്ന് മാത്രം. അപ്പോൾ ഇതാണ് അപ്പർ ലിവിങ് വരുന്നത്. അപ്പർ ലിവിങ്ങിൽ കൂടുതൽ സൗകര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നോർമലി കുറച്ച് പേർക്ക് ഇരിക്കാവുന്ന സൗകര്യമേ ഉള്ളൂ. ഈ ഒരു വാളിൽ നമുക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ നിന്ന് വരുന്നത് നമുക്കൊരു ഓപ്പൺ ബാൽക്കണിയാണ് വരുന്നത്. അപ്പർ ലിവിങ്ങിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതാണ് ബാൽക്കണി വരുന്നത്. നോർമൽ സൈസിലുള്ളൊരു ബാൽക്കണിയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്രണ്ടിൽ ഇതൊരു ഓപ്പൺ ടെറസായിട്ടാണ് വരുന്നത്. ഇതും നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ മുകളിൽ ഇതും ഓപ്പൺ ടെറസായിട്ടാണ് വരുന്നത്. ഇത് രണ്ടും രണ്ട് ഹൈറ്റായിട്ടാണ് വരുന്നത്, അത് കാരണം നമ്മളിവിടെ ഒരു ലൈന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊരു പാസേജിലോട്ട് ഇറങ്ങി ഈ രണ്ട് റൂമുകളും അതുപോലെ തന്നെ ഒന്ന് പ്രൈവസി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ പിന്നെ പ്രൈവസി നോക്കേണ്ട ആവശ്യമില്ല, ആളുകൾ കോമൺ ആയിട്ട് അങ്ങനെ വരാത്തൊരു ഏരിയയാണ്. നമ്മൾ ഈ ഒരു പാസേജിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു ബെഡ്റൂമാണ്. വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്നൊരു ബെഡ്റൂമാണ് ഈ വരുന്നത്. അതായത് കിച്ചണിൻ്റെ മുകളിലായിട്ട് വരും ഈ ഒരു ബെഡ്റൂം. ഒരു ബെഡ്റൂം ഇതാണ്, കിച്ചണിൻ്റെ സൈസിലുള്ള ഒരു ബെഡ്റൂമായിട്ടാണ് വരിക. അത്യാവശ്യം നല്ല സൈസ് ഉണ്ടാകും. അപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങി നേരെ പാസേജിലോട്ട് വന്ന് ഇതിലൊരു കോമൺ ടോയ്ലറ്റാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് ബെഡ്റൂമിനും കൂടി ഉപയോഗിക്കുന്ന രൂപത്തിൽ ഒരു കോമൺ ടോയ്ലറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഒരു കോമൺ ടോയ്ലറ്റ്. ഇതിൽ അത്യാവശ്യം കുളിക്കാനും മറ്റു കാര്യങ്ങൾക്ക് സൗകര്യമുള്ള അത്ര സൈസിലുള്ളൊരു ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ടോയ്ലറ്റ് വരുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഇറങ്ങി ജസ്റ്റ് മറ്റൊരു ബെഡ്റൂമിലോട്ട് വന്നു. ഇതും ഗ്രൗണ്ട് ഫ്ലോറിലെ ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ സെയിം സൈസിലുള്ളൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് നമുക്ക് അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. പിന്നെ ഇതിൽ നിന്ന് നമുക്കൊരു ഓപ്പൺ ടെറസ് ബാക്കിൽ വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും മറ്റ് കാര്യങ്ങൾ ചെയ്യാനുള്ള മീൻസ് ഡ്രസ്സ് അലക്കിയിടാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നത്. വാഷിംഗ് മെഷീൻ ഏരിയ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല വാഷിംഗ് മെഷീൻ താഴെയാണെങ്കിൽ താഴെയും സെറ്റ് ചെയ്യാം. ഗ്രൗണ്ട് ഫ്ലോറിൽ കിച്ചണിലാണ് ഒട്ടുമിക്ക ആളുകളും വാഷിംഗ് മെഷീൻ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. മോഡുലാർ കിച്ചണിൽ സെറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, ഓപ്പൺ ടെറസ് ബാക്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. രണ്ട് ബെഡ്റൂം, ഒരു കോമൺ ടോയ്ലറ്റ്, അപ്പർ ലിവിങ് ഹാള്, ബാൽക്കണി കാര്യങ്ങളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഏരിയ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 575 സ്ക്വയർ ഫീറ്റാണ്. 575 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ 1025 ഫസ്റ്റ് ഫ്ലോറിൽ 575 സ്ക്വയർ ഫീറ്റും പാടെ കൂടുമ്പോൾ ടോട്ടൽ 1600 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 1600 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്ലോട്ട് റിക്വയർമെൻറ്റ് നോക്കാം നമുക്ക്. ഇതിൻ്റെ മിനിമം ഏറ്റവും കുറഞ്ഞതായി ഈ ഒരു വീട് ചെയ്യാൻ വേണ്ടിയിട്ട് 5 സെൻറ്റ് സ്ഥലം നമ്മൾ പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിൻ്റെ എല്ലാം റൂളുകൾ പ്രകാരം അതിരുകളിൽ നിന്നെല്ലാം ഉള്ള ദൂരം നമ്മൾ പാലിച്ച് നമ്മൾ ഈ ഒരു വീട് ചെയ്യുകയാണെങ്കിൽ മിനിമം 5 സെൻറ്റ് സ്ഥലം ഈ ഒരു വീട് വെക്കാനായിട്ട് ആവശ്യമുണ്ട് നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കളുമായി വീഡിയോ ഷെയർ ചെയ്യുക. മറ്റ് വീഡിയോ വെക്കാൻ ഉദ്ദേശിക്കുന്നവരുമായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റ്, മറ്റു കാര്യങ്ങൾ, മറ്റു ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയേണ്ട ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മളുടെ മെയിൽ ഐഡിയുമായിട്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.